ഹായ് ഓൾ, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ്. ഇന്ന് ഞാൻ നോമ്പ് തുറക്കാനായിട്ട് എൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാമാണ് ഞാൻ നിങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനന്ന് നോമ്പ് തുറക്കുള്ള സ്നാക്സ്, ഫുഡ് എല്ലാം ഉണ്ടാക്കുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ വീഡിയോസാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളന്ന് കബാബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ കട്ട്ലേറ്റ്, അതേപോലെ ഉള്ളിവട, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലെ വിശേഷങ്ങളും എല്ലാം കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ജെല്ലിയാണ്, പൈനാപ്പിളിൻ്റെ ഫ്ലേവറുള്ള ജെല്ലിയാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് കുറേ വെജിറ്റബിൾസിൻ്റെ ഗാർഡൻ ഉണ്ട്. അതിൽ തക്കാളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, അങ്ങനെ ചില്ലറ തൈകളൊക്കെ ആൾ തന്നെ നട്ട് ആൾ പിടിപ്പിച്ച് അതിലൊക്കെ കായകളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ എന്ത് നമുക്കൊരു സന്തോഷവും സമാധാനമൊക്കെ കാണുന്നതല്ലേ. അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കാനും ഇഷ്ടമാണ്, അതേപോലെ കാണാനും ഇഷ്ടമാണ്. ഒക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം. അപ്പോൾ ഉപ്പയാണ് കുക്ക് ചെയ്യുന്നത്. ഉപ്പ ചോറിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ഒമാൻ മച്ബൂസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ആൾ കുക്ക് ചെയ്യുന്നത് ഞാൻ വീഡിയോ ആക്കിയിട്ടേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചീനമുളകാണ് വെക്കുന്നത്. അപ്പോൾ അതിലുപയോഗിച്ച അരി ഇന്ത്യ ഗേറ്റിൻ്റെ സൂപ്പറാണ്. നല്ല ഒരു 1.5 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കുള്ള വെള്ളവും മസാലയും കാര്യങ്ങളൊക്കെ ആൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മച്ചിബൂസിൻ്റെ അരി കാര്യങ്ങളൊക്കെ അവിടെ റെഡിയായി, എല്ലാം ഇട്ട് സെറ്റായതിന് ശേഷം ചിക്കൻ പുഴുങ്ങിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി റൈസ് വേവിച്ച് അതിൻ്റെ മേലെ ചിക്കനെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആളത് അവിടെ ചെയ്യുമ്പോൾ ഞാൻ സ്നാക്സും കാര്യങ്ങളൊക്കെ പ്ലേറ്റിലാക്കിയിട്ട് ഫോട്ടോ എടുത്ത് വെക്കുകയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ നോമ്പ് തുറയുടെ സ്പെഷ്യലായ സാധനങ്ങൾ ഉന്നക്കായ, കട്ട്ലേറ്റ്, ബ്രെഡ് ടോസ്റ്റ്, ഉള്ളിവട, പഴംപൊരി, മുളക് ബജി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ്. പിന്നെ ജ്യൂസ്, ഫ്രൂട്ട്സ്, കസ്റ്റാർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ ഉപ്പയൊന്നേ ഉള്ളൂ, വേറെ ആരുമില്ല. സിസ്റ്ററുണ്ട്, അവൾ ജോലിക്കായിട്ട് പുറത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ.
നമ്മുടെ ദമ്മിടൽ പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ പുതിയ വീഡിയോകളുമായി ഞാൻ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ഉപ്പാടെ സ്പെഷ്യൽ ഒമാനി മച്ചിബൂസാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉപ്പാൻ്റെ മച്ചിബൂസ് കഴിച്ച് നോക്കി ഞാൻ തന്നെ ഇതിൽ ഫീഡ്ബാക്ക് പറയുന്നതാണ് അടുത്ത വീഡിയോയിൽ. പിന്നെ നിങ്ങളും ഉണ്ടാക്കി നോക്കാൻ ഞാൻ പറയുന്നില്ല, കാരണം ഇതിൽ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളും എനിക്ക് അറിയില്ല, ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ്. അപ്പോൾ ഞങ്ങളുടെ നോമ്പ് തുറക്കുള്ള ടൈമായി. അപ്പോൾ ജ്യൂസും ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം സ്നാക്സും എല്ലാ സാധനങ്ങളും ടേബിളിൽ സെറ്റാക്കിയിട്ട് ഞങ്ങളെല്ലാവരും ഇരിക്കാൻ പോവാണ്. ബാങ്ക് വിളിക്കാൻ ടൈമായി, എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് നോമ്പ് തുറക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നോമ്പ് തുറന്നതിന് ശേഷം നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് ഇരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് കാണുന്നത് വരെ ബൈ ബൈ. അപ്പോൾ മറക്കണ്ട, എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഫീഡ്ബാക്ക് പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.